Hey guys, welcome to YouTube Angins. So let's talk about Moto Edge 40. 1.5 മാസമായി ഈ സംഭവം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിൽ മുക്കാലോളം നെഗറ്റീവാണ്. അതിൽ ഫസ്റ്റ് നെഗറ്റീവായിട്ട് നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഹീറ്റിംഗ് ആണ് വരുന്നത്. അതായത് ചാർജ് ചെയ്യുകയാണെങ്കിൽ, ക്യാമറ യൂസ് ചെയ്താൽ, കുറച്ച് നേരം ഒന്ന് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ഓണാക്കി വെച്ചാൽ, അതായത് 1 മിനിറ്റിൽ കൂടുതലൊക്കെ ഇങ്ങനെ ഓണായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോൾ അങ്ങനെ എല്ലാത്തിനും ഹീറ്റിംഗ് ആണ് വരുന്നത്. സത്യത്തിൽ എന്താ പറയുക, നമുക്ക് മൊത്തത്തിൽ മടുത്തു പോകും അങ്ങനൊരു ഫോൺ. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഗെയിം എന്ന് പറയുമ്പോൾ ഞാൻ ഗെയിം കളിക്കുന്നത്, അതായത് ഗെൻഷിനും കോൾ ഓഫ് ഡ്യൂട്ടി, ഇത് രണ്ടാണ് ഞാൻ കളിക്കുന്നത്. ഗെൻഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10-30 GB ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അത്ര GB ഒക്കെ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അല്ല, കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമ്പോൾ അരമണിക്കൂറിൽ കൂടുതൽ കളിക്കാൻ ഈ ഫോൺ എന്നെ കൊണ്ട് സമ്മതിക്കാറില്ല. കാരണം അമ്മാതിരി ഹീറ്റാണ് വരുന്നത്. അതിൽ മെയിൻ ഒരു റീസൺ ആണോ എന്ന് എനിക്ക് അറിയില്ല. നമ്മളിങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് മെറ്റലാണ്. അപ്പോൾ ബാക്കിയുള്ള മെറ്റൽ ഫോൺസിന് ഈ ഒരു ഇഷ്യൂ ഉണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. ഇതിന് മെറ്റൽ ഫ്രെയിമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത്. അപ്പോൾ നോർമലി ബാക്ക് സൈഡിൽ, ഈ ക്യാമറയുടെ സൈഡിലൊക്കെ ചൂട് വരുന്നത്, അതായത് ഗെയിം കളിക്കുമ്പോൾ എനിക്ക് പഴയ ഫോണിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ എഡ്ജിലാണ് ഈ ഒരു ചൂട് മുഴുവൻ വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നി. കാരണം നമ്മുടെ ആ ഇൻട്രസ്റ്റ് പോവാണ്. ഒരു അരമണിക്കൂർ പോലും ഗെയിം കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗെയിം തന്നെ ഇതിനകത്ത് പറ്റില്ല, അങ്ങനെ നമുക്ക് പറയാണ്ട് വരും. അത് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. ഗെൻഷിനൊന്നും പിന്നെ തുറന്നത് ലോഡായി വരുമ്പോൾ തന്നെ ഇത് ഫുള്ള് ചൂടായി. അപ്പോൾ ആ ഒരു സെക്ഷൻ നമുക്ക് നോക്കിയേ വേണ്ട നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഇത് ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം എന്ന് നമുക്ക് പറയുന്നത്. ഫുള്ള് ആവശ്യമാണ്. ഇനി രണ്ടാമത്തത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഫോൺ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. ഇതിൻ്റെ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് വീഗൻ ലെതറാണ്. അവിടെ നമ്മൾ എന്താ പറയുക, സംഭവം കാണാൻ നല്ല റിച്ച്, ക്ലാസി അങ്ങനെയൊക്കെ പറയാം. ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം എടുത്തത്. ആ ഒരു റീസണാണ് മെയിൻ എന്ന് പറയുന്നത്. കാരണം കളർ കണ്ടപ്പോൾ കൊള്ളാമല്ലോ. നോർമലി നമ്മൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും, ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കളർ ഒരു ഫോണിൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഫോൺ എടുക്കണം എന്ന് തോന്നിയത്. പക്ഷേ ഹീറ്റിംഗ് കൊണ്ട് വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ഒരു സെക്ഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ, അത് ബെസ്റ്റ് സൈഡാണ്. അതൊരിക്കലും നെഗറ്റീവല്ല, പോസിറ്റീവാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളേഴ്സാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് വൈസ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയപ്പോൾ സ്മൂത്താണ് സംഭവം. പിന്നെ 2 ഫോൺ, അതായത് റിയൽമിയും പിന്നെ മോട്ടോ, ഇത് രണ്ടും കൂടി ഞാൻ വെച്ച് നോക്കി. അപ്പോൾ HDR വീഡിയോസ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലാണ് ഞാൻ കണ്ടത്. ആമസോണ് ഞാൻ ഇതിനകത്ത് നോക്കിയിട്ടില്ല, നെറ്റ്ഫ്ലിക്സ് എനിക്കില്ല, അതുകൊണ്ട് ആ രണ്ടാണ് ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ ഞാൻ രണ്ട് ഫോൺ വെച്ചിട്ട് വീഡിയോസ് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം അടിപൊളിയാണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നല്ല കളർ ഷെയ്ഡ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മോട്ടോയിൽ കാണുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിലിംഗ് വൈസ് നോക്കുമ്പോൾ റിയൽമിയിലാണ് നമുക്ക് കൂടുതലായിട്ട് കൊള്ളാം എന്ന് നമുക്ക് തോന്നുന്ന റിയൽമിയിലാണ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേയുടെ കാര്യം പറയേണ്ടത്. പെർഫോമൻസ് ആണെങ്കിലും നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോഴുള്ള ആ ഒരു കളറാണെങ്കിലും അതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആണ്, സൂപ്പറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ക്യാമറയുടെ കാര്യം പറഞ്ഞാൽ ക്യാമറയ്ക്ക് ഇവിടെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ജി ക്യാം,
അതായത് ഈ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് Gcam ആണ്. കാരണം നമുക്ക് ഫോട്ടോസ് എടുക്കാനാണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ. ഗെയിം, ഫോട്ടോ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ക്യാമറ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫുള്ള് നമ്മുടെ ഒരു ഇത് പോകും. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ ആണ്. ഫുള്ള് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഒരു മെനയില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കോൺഫിഡൻസ് പോലും പോയി കിട്ടുന്ന ആ രീതിയിലുള്ള ഫോട്ടോസ്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് വരെ നല്ല നീറ്റായിരിക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഇരുണ്ടിരിക്കുന്നു. നമ്മുടെ മുഖമാണെങ്കിലും മൊത്തത്തിലൊരു ഇരുണ്ടിരിക്കുന്നൊരു ഫീല്. അതുകൊണ്ട് ഞാൻ Gcam ആണ് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തതിനപ്പോൾ അത് കുഴപ്പമില്ല. അത് നമുക്ക് രാത്രിയിലാണെങ്കിലും ഇപ്പോൾ നമുക്ക് ലൈറ്റ് വെച്ചിട്ടാണെങ്കിലും നല്ല, അതായത് ഞാൻ ലാമ്പൊക്കെ വെച്ചിട്ട് എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ ഡിസ്പ്ലേ ആട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തപ്പോഴാണെങ്കിലും അത് ഓക്കെ ആണ്, നല്ല നല്ല രസമുണ്ട്. ഓക്കെ എന്നല്ല, അത് പെർഫെക്റ്റ് ആണ് Gcam എന്ന് പറയുന്നത്. പക്ഷെ നോർമൽ ഇതിൻ്റെ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഫോട്ടോസ് പോരാ, തീരെ പോരാ. വീഡിയോ ഞാൻ പിന്നെ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. വീഡിയോ ഞാൻ ഇതുവരെ കാരണം ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫുള്ള് ആ ഫോട്ടോ എടുക്കാനുള്ള ഒരു വൈബേ പോയി. അപ്പോൾ പിന്നെ വീഡിയോയുടെ കാര്യം നമ്മൾ പറയണ്ടല്ലോ എന്നുള്ള രീതിയിൽ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കതറിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ ക്യാമറ സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ. ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 42-45 മിനിറ്റ് അങ്ങനെ എന്തോ ആണ് ചാർജിങ് എടുക്കുന്ന സമയം. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിതിന് ചാർജ് കയറുന്നുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് തന്നെ പറയാം, ഫോൺ ഭയങ്കരമായിട്ട് ചൂടാവും. ഈ നോർമലി ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോഴൊക്കെ ചൂടാവുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഒത്തിരി 10 മടങ്ങാണ് ചാർജ് ചെയ്യുമ്പോൾ ഉള്ളത് ഇതിൻ്റെ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കൈ കൊള്ളും, അത്ര ചൂടുണ്ട്. ഞാൻ വെറുതെ ചുമ്മാ പറയല്ല, നല്ല ചൂടുണ്ടാവും. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചാർജ് കയറി കിട്ടും. പിന്നെ ബാറ്ററി ഡ്രെയിനിങ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കാരണം ഇതിപ്പോൾ തുടക്കമാണ്, കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ബാറ്ററി ഡ്രെയിൻ ആവുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വേഗം ചാർജ് കയറുന്നുണ്ട്, എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ എന്ത് വാങ്ങിച്ചാലും നമുക്ക് ഹീറ്റിങ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ മീൻസ് അതായത് കോൾ ചെയ്യുമ്പോഴാണെങ്കിലും പിന്നെ വീഡിയോ കണ്ടാലും ഗെയിം കളിക്കുകയാണെങ്കിലും ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിലും ഒന്ന് ഡിസ്പ്ലേ ഒരു 5 മിനിറ്റ് ഓണാക്കി വെച്ചാൽ പോലും ഹീറ്റിംഗ് ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫോൺ ആർക്കും തന്നെ റെക്കമെൻഡ് ചെയ്യില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും വേറെ ഫോൺ നമ്മൾ നോക്കുക, എല്ലാ ഫീച്ചേഴ്സും നല്ലതാണോ എങ്ങനെയാണെന്നൊക്കെ നോക്കുക. ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് നിങ്ങളൊരു ഫോൺ എടുക്കുക. ഒരിക്കലും ഈ ഒരു ഫോൺ എടുക്കാതിരിക്കുക ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഇതൊക്കെ എന്താ പറയുക, ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൊത്തം ഹീറ്റിംഗ് ഇഷ്യൂ ആണിത്. ഫുള്ള് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൊത്തത്തിൽ ഗെയിം കളിക്കുന്ന ഒരു മൂഡ് പോവും, എല്ലാം കൊണ്ടും നമുക്ക് മടുത്തു പോകുന്നൊരു പെർഫോമൻസ് ആണ് ഈ ഫോൺ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല, ബാക്കിയുള്ളവർ റെക്കമെൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇനിയും കുറേ വീഡിയോസായിട്ട് നമുക്ക് കാണാം. ഇത്രയൊക്കെയാണ് എൻ്റെ മോട്ടോ എഡ്ജ് 40യെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ എന്തെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.